Good morning, students. In this class, we can discuss about protocols and standards. First, let us discuss about protocols. In computer networks, communication occur between entities in different system. നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്സിനകത്ത് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസുകളെ കണക്ട് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട്. ആൻഡ് എൻറ്റിറ്റി ഈസ് എനിത്തിങ് ക്യാപ്പബിൾ ഓഫ് സെൻഡിങ് ഓർ റിസീവിങ് ഇൻഫോർമേഷൻ. ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത് ഇൻഫോർമേഷന് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ക്യാപ്പബിൾ ആയിട്ടുള്ള ഡിവൈസിനെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഹൗ എവർ ടു എൻറ്റിറ്റീസ് കാൺ സിംപ്ലി സെൻഡ് ബിറ്റ് സ്ട്രീംസ് ടു ഈച്ച് അതർ. എന്നാലും ടു എൻറ്റിറ്റീസ് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റില്ല. ഇത് കൂടാതെ എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കാം. ഫോർ കമ്മ്യൂണിക്കേഷൻ ടു ഒക്കർ ദ എൻറ്റിറ്റീസ് മസ്റ്റ് എഗ്രി ഓൺ എ പ്രോട്ടോകോൾ. ഇനി കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ വേണം. ഒരു പ്രോട്ടോകോൾ എഗ്രി ചെയ്താൽ മാത്രമേ അതിലൂടെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുകയുള്ളൂ. എ പ്രോട്ടോകോൾ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഗവേൺസ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. ഇനി ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഡാറ്റ കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്ന അല്ലെങ്കിൽ അവയെ നിയന്ത്രിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. എ പ്രോട്ടോകോൾ ഡിഫൈൻസ് വാട്ട് ഈസ് കമ്മ്യൂണിക്കേറ്റഡ്, ഹൗ ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് വെൻ ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ്. ഒരു പ്രോട്ടോകോൾ എന്ന് പറയുമ്പം അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, വാട്ട് ഈസ് കമ്മ്യൂണിക്കേറ്റഡ്, അതുപോലെ തന്നെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് ആരാണ്? പ്രോട്ടോകോളാണ്. ദ കീ എലമെൻറ്റ്സ് ഓഫ് എ പ്രോട്ടോകോൾ ആർ സിൻടാക്സ്, സെമാൻറ്റിക്സ് ആൻഡ് ടൈമിംഗ്. പ്രോട്ടോകോളിൻ്റെ കീ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്. സിൻടാക്സ്, സെമാൻറ്റിക്സ്, ടൈമിംഗ്. ഓരോന്നും എന്താ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, സിൻടാക്സ്. The term syntax refers to the structure or format of the data. നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു പ്രോട്ടോകോളിനകത്ത് എന്ത് ഡാറ്റ സെൻഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് പ്രോട്ടോകോളാണെന്ന് പറഞ്ഞു. അപ്പം ഡാറ്റേൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഡാറ്റേൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, ഏത് ഓർഡറിലാണ് അവയെ പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഡാറ്റേൻ്റെ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് സിൻടാക്സ് ആണ്. മീനിങ് ദ ഓർഡർ ഇൻ വിച്ച് ദേ പ്രസൻറ്റഡ്. ഡാറ്റ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഓർഡർ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് സിൻടാക്സ് ആണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ ടു റീഡ് ദ ബിറ്റ്സ്. ബിറ്റുകൾ എങ്ങനെ റീഡ് ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ മീനിങ്സ് എന്നുള്ള കാര്യങ്ങളെയാണ് സിൻടാക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എ സിമ്പിൾ പ്രോട്ടോകോൾ മൈറ്റ് എക്സ്പെക്ട് ദ ഫസ്റ്റ് 8 bits ഓഫ് ഡാറ്റ ടു ബി ദ അഡ്രസ് ഓഫ് ദ സെൻഡർ, ദ സെക്കൻഡ് 8 bits ഓഫ് ദ ഡാറ്റ will be the address of the receiver and the rest of the stream to be the message itself. ഇനി ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഡാറ്റേൻ്റെ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത് സിൻടാക്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഡാറ്റേൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഫസ്റ്റ് 8 bit എന്ന് പറയുന്നത് ആരാണോ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് അയാളുടെ അഡ്രസ്സ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു നെറ്റ്വർക്കിലുള്ള ഓരോ ഡിവൈസുകളെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് IP അഡ്രസ്സ് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ആരാണോ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് അയാളുടെ അഡ്രസ്സ് ആയിരിക്കും ഫസ്റ്റ് 8 bit എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് 8 bit എന്ന് പറയുന്നത് ആർക്കാണോ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്, റിസീവർ ആരാണോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ആരാണോ അയാളുടെ അഡ്രസ്സ് ആയിരിക്കും സെക്കൻഡ് 8 bits എന്ന് പറയുന്നത്. ദെൻ റിമൈനിങ് വരുന്ന ഡാറ്റേനെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. റിമൈനിങ് ഏതൊക്കെ ബിറ്റ്സ് വരുന്നുണ്ട് അതായിരിക്കും അതിലെ ഡാറ്റ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് ഓരോ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് കീ എലമെന്റ് എന്ന് പറയുന്നത് സെമാൻറ്റിക്സ്. ദ വേർഡ് സെമാൻറ്റിക്സ് റെഫേഴ്സ് ടു ദ മീനിങ് ഓഫ് ഈച്ച് സെക്ഷൻ ബിറ്റ്സ്. നമ്മൾ പറഞ്ഞു അല്ലേ, ഡാറ്റ ഓരോ സെക്ഷനായിട്ടാണ് സെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഓരോ സെക്ഷൻ്റെയും മീനിങ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന എലമെൻ്റ് ആണ് സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. ഹൗ ഈസ് എ പെർട്ടിക്കുലർ പാറ്റേൺ ടു ബി ഇൻ്റർപ്രറ്റഡ്. എങ്ങനെയാണ് ഡാറ്റേൻ്റെ പാറ്റേൺ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വാട്ട് ആക്ഷൻ ഈസ് ടു ബി ടേക്കൺ ബേസ്ഡ് ഓൺ ദി ഇൻ്റർപ്രിട്ടേഷൻ. എന്ത് ആക്ഷനാണ് ആ ഇൻ്റർപ്രിട്ടേഷന് അനുസരിച്ച് എടുക്കേണ്ടത് എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് സെമാൻറ്റിക്സ് ആയിരിക്കും. എക്സാമ്പിൾ, ഡസ് ആൻ അഡ്രസ് ഐഡൻറ്റിഫൈ ദ റൂട്ട് ടു ബി ടേക്കൺ ഓർ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് ദ മെസ്സേജ്. മെസ്സേജിൻ്റെ അഡ്രസ്സിനകത്ത് ഡെസ്റ്റിനേഷൻ ഉണ്ടോ, ഫൈനൽ ഡെസ്റ്റിനേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ മീൻ ചെയ്യുന്നത്, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നൊക്കെ മീൻ ചെയ്യുന്നത് ആരാണ്? സെമാൻറ്റിക്സ് ആണ്. നമ്മൾ പറഞ്ഞല്ലേ, ഡാറ്റയ്ക്ക് അകത്ത് സെൻഡർ ഉണ്ടായിരിക്കും, റിസീവറിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും, മെസ്സേജ് ഡാറ്റ ഉണ്ടായിരിക്കും. അപ്പം റിസീവറിൻ്റെ അഡ്രസ്സ് അനുസരിച്ച് റൂട്ട് ഡിഫൈൻ ചെയ്യുന്നതൊക്കെ ആരാണ്? സെമാൻറ്റിക്സ് ആണ്. ദെൻ ടൈമിംഗ്. ദ
term timing refers to two characteristics: when data should be sent and how fast they can be sent. തേർഡ് എലമെന്റ് എന്ന് പറയുന്നത് ടൈമിംഗ് ആണ്. ടൈമിംഗ് എന്ന് പറയുമ്പം ഡാറ്റ എപ്പോൾ സെൻഡ് ചെയ്യണം, അതുപോലെ എത്ര സ്പീഡിലാണ് ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ടൈമിംഗ് എന്ന് പറയുന്ന എലമെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ സെൻഡർ പ്രൊഡ്യൂസസ് ഡാറ്റ അറ്റ് 100 Mbps but the receiver can process data at only 1 Mbps, the transmission will overload the receiver and some data will be lost. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ടൈമിങ്ങിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് സെൻഡർ സെൻഡ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നതിൻ്റെ സ്പീഡ് 100 Mbps ആണ്. 100 MB പെർ സെക്കൻഡിലാണ് സെൻഡർ ഇവിടുന്ന് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. എന്നാൽ അത് റിസീവർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന സ്പീഡ് എന്ന് പറയുന്നത് 1 MB പെർ സെക്കൻഡ് മാത്രമാണ്. എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ട്രാൻസ്മിഷൻ ഓവർലോഡ് സംഭവിക്കും അല്ലേ? അങ്ങനെ ഡാറ്റ ലോസ്റ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ടൈമിങ് ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യണം, എത്ര സ്പീഡിൽ ഡാറ്റ സെൻഡ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ടൈമിംഗ് എന്ന് പറയുന്ന എലമെൻ്റ് ആണ്. അപ്പോൾ 3 കീ എലമെന്റ് ഓഫ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സിൻടാക്സ്, സെമാൻറ്റിക്സ്, ടൈമിംഗ്. അപ്പോൾ അത്രയാണ് പ്രോട്ടോകോൾസിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റാൻഡേർഡ്സ് ആണ്. സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ടു മാനുഫാക്ചേഴ്സ്, വെൻഡേഴ്സ്, ഗവൺമെൻറ് ഏജൻസീസ് ആൻഡ് അതർ സർവീസ് പ്രൊവൈഡേഴ്സ് ടു എൻഷുർ kind of interconnectivity necessary in today's marketplace and in international communication. ഇനി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡ് ലൈൻസിനെയാണ് മാനുഫാക്ചേഴ്സ്. ഇപ്പം നമുക്കറിയാം അല്ലേ, നെറ്റ്വർക്കിംഗ് ഡിവൈസസ് പ്രൊവൈഡ് ചെയ്യുന്ന മാനുഫാക്ചേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ് ഏജൻസീസ് ഉണ്ടായിരിക്കും. ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്കൊക്കെ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു റൂൾസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് ആണ്. അപ്പോൾ റൂൾസിനനുസരിച്ച് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡേർഡ്സ് ആർ എഗ്രീഡ് അപ്പോൺ റൂൾസ് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഇൻ ക്രിയേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻ ഓപ്പൺ ആൻഡ് കോമ്പറ്റീറ്റീവ് market for equipment manufacturers and in guaranteeing national and international interoperability of data and telecommunication technology and processes. നെറ്റ്വർക്കിംഗ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന മാനുഫാക്ചേഴ്സ് ഉണ്ടായിരിക്കും. അവർക്ക് ഗൈഡ് ലൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നത്. ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ പ്രോഡക്ട്സ് മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യിക്കുക, അതിനുള്ള ഗൈഡ് ലൈൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് fall into 2 categories: de facto meaning by fact or by convention and de jure meaning by law or by regulation. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 2 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: ഡി ഫാക്റ്റോ ആൻഡ് അതുപോലെ ഡി ജൂറെ. ഡി ഫാക്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഫാക്ട്, വാസ്തവത്തിൽ എന്താണോ അത്. ഡി ജൂറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ലോ, നിയമപ്രകാരം എങ്ങനെയായിരിക്കണം സ്റ്റാൻഡേർഡ്സ് എന്നുള്ള 2 കാറ്റഗറിയിലാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഡി ഫാക്റ്റോ ആൻഡ് ഡി ജൂറെ എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ്സ് ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻസ്. Standards are developed through the cooperation of standards creation committees, forums and government regulatory agencies. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഗൈഡ് ലൈൻസ്. ഈ ഗൈഡ് ലൈൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ഏജൻസീസ്, അതുപോലെ തന്നെ കമ്മിറ്റി, ഫോറം, ഇവരുടെയൊക്കെ കോർപ്പറേഷനിലൂടെയാണ് ഈ ഗൈഡ് ലൈൻസ്, ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ, ISO എന്ന് പറയും. The ISO is a multinational body whose membership is drawn mainly from the standards creation committees of various government throughout the world. ലോകത്തിലെ പല ഗവൺമെൻറ് ഏജൻസികളുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു മൾട്ടിനാഷണൽ ബോഡിയാണ് ISO എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് സെക്ടർ, ITUT എന്ന് പറയും. By the early 1970s, a number of countries were defining national standards for telecommunication. 1970s പല കൺട്രീസും ടെലികമ്മ്യൂണിക്കേഷൻ ഫോളോ ചെയ്തിരുന്നത് ITUT സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ടാണ്.
Next one, American National Standard Institute ANSI. The American National Standard Institute is a completely private non-profit corporation, is not affiliated with US. ANSI എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി പ്രൈവറ്റ് സെക്ടറാണ്, പ്രൈവറ്റ് ഓർഗനൈസേഷനാണ്, ലാഭമൊന്നും എടുക്കാത്ത ഒരു കോർപ്പറേഷനാണ്. ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ANSI എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, IEEE എന്ന് പറയും. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് സൊസൈറ്റി ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് സൊസൈറ്റിയാണ് IEEE എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സുകളെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അവർക്ക് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. Then next വരുന്നത് ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, EIA. Aligned with ANSI, the Electronic Industries Association is a non-profit organization devoted to the promotion of electronic manufacturing concern. ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആൻസിയുടെ കൂടെ പ്രവർത്തിക്കുന്ന മറ്റൊരു ഏജൻസിയാണ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ എന്ന് പറയുന്ന EIA. അപ്പോൾ ഇത്രയാണ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. ഇവരുടെ പേരുകൾ ഓർത്ത് വയ്ക്കുക: ISO, ANSI, IEEE, EIA, ITUT. ഇവരുടെ ഫുൾ ഫോമും ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് റെഗുലേറ്ററി ഏജൻസിയാണ്. എന്താണ് റെഗുലേറ്ററി ഏജൻസി എന്നുള്ളത് നോക്കാം. All communications technology is subject to regulation by government agencies such as Federal Communication Commission, FCC, in the United States. എല്ലാ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിനെയും FCC പോലെയുള്ള ഗവൺമെൻറ് ഏജൻസികളാണ് നിയന്ത്രിക്കുന്നത്. FCC എന്ന് പറയുന്നത് ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മീഷൻ. ഇതൊരു ഗവൺമെൻറ് ഏജൻസിയാണ്. അപ്പോൾ എല്ലാ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിനെയും നിയന്ത്രിക്കുന്ന ഒരു റെഗുലേറ്ററി ഏജൻസിയാണ് FCC എന്ന് പറയുന്നത്. അവരുടെ എയിം എന്ന് പറയുന്നത് ദ പർപ്പസ് ഓഫ് ദീസ് ഏജൻസീസ് ഈസ് ടു പ്രൊട്ടക്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ബൈ റെഗുലേറ്റിംഗ് റേഡിയോ, ടെലിവിഷൻ ആൻഡ് വയർ കേബിൾ ടെലികമ്മ്യൂണിക്കേഷൻസ്. റേഡിയോ, TV, കേബിൾ കമ്മ്യൂണിക്കേഷൻസിനെ നിയന്ത്രിക്കുന്നതിലൂടെ പബ്ലിക് ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രോട്ടോകോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. പ്രോട്ടോകോൾ എന്താണെന്നുള്ളത് പറഞ്ഞു. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഗവേൺ ദ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. ഡാറ്റ കമ്മ്യൂണിക്കേഷനെ നിയന്ത്രിക്കുന്ന റൂൾസിനെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതുപോലെ ഈ പ്രോട്ടോകോൾസ്, ഈ റൂൾസ് അഗ്രി ചെയ്തുകൊണ്ട് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻസ് നമ്മൾ പറഞ്ഞു. ISO എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ, അതുപോലെ ITUT, അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ANSI, IEEE, EIA, ഇങ്ങനെയുള്ള പല സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻസ് പറഞ്ഞു, റെഗുലേറ്ററി ഏജൻസീസ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.